ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ എപ്പോഴും വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്. അത് പറ്റാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 3-4 വർഷമായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് മിക്ക കാര്യങ്ങളൊന്നും നോക്കാത്തതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയൊരു മട്ടിപ്പടിക്കുന്നത്. എന്നാലും എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കും. സോ അല്ല, അതൊന്നുമല്ല പറയാൻ വന്നത്. വേറെ കാര്യം പറയാൻ വന്നതാണ്. വീഡിയോ എന്തുകൊണ്ട് ഇട്ടില്ല, എന്തായിരുന്നു ആ വലിയ കാരണം, എൻ്റെ വീഡിയോ ഇടാൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെയുള്ള വലിയ കാരണം എന്തായിരുന്നു എന്നാണ് നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ പോളണ്ടിൽ നിങ്ങൾ പഠിക്കാൻ വരികയാണെങ്കിൽ, അതും ഒരു കിടുക്കാച്ചി കോഴ്സും കൂടിയാണെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പരീക്ഷകൾ കാണും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 3 ആഴ്ച എന്ന് പറയുന്നത് ദുർഗുണമായ അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത്. പരീക്ഷ, ശാരീരികമായ അസ്വസ്ഥതകൾ ആൻഡ് ജോലി, ഈ മൂന്നും കൂടി ഇങ്ങനെ കുഴഞ്ഞ് നൂല് പരുവത്തിൽ കുഴഞ്ഞ് തവിട് കൂടിയായി കിടക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ കാര്യം. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് തിരക്കുകളൊക്കെ കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ജോബ് ഓൺ സാറ്റർഡേസ്, ഓൺ വീക്കെൻഡ്സ്. സാറ്റർഡേ സൺഡേ എന്ന് പറയുന്നത് ഓൺ വീക്കെൻഡ്സ്. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അത് പരമാവധി മാനേജ് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞതും. പിന്നെ പരീക്ഷകൾ ചവറ് പോലെ ആയിരുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസിന് പരീക്ഷ ഉണ്ടായിരുന്നു, ഇൻറ്റേർണൽ ഡിസീസ്, പിന്നെ സർജറി, പിന്നെ ആരൊക്കെയോ എല്ലാ സബ്ജക്റ്റിലും പരീക്ഷയായിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഒരെണ്ണത്തിലേ പൊട്ടിയുള്ളൂ, ബാക്കിയൊക്കെ ഇതിനും എങ്ങനെയൊക്കെയോ പാസ്സായി. ഇനി ആ പൊട്ടിയതിൻ്റെയും കൂടി ഒരു പരീക്ഷയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ പരീക്ഷയ്ക്കൊക്കെ ഇത്ര സ്ട്രെസ് ചെയ്ത് പഠിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ സപ്ലി പരിപാടി ഇവിടെ ഇല്ല, നേരെ ഇയർ ബാക്കാണ്. ആൻഡ് എൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ. നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് അനുസരിച്ചിട്ടാണ് പരീക്ഷ മുതലായ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, കൂട്ടുകാരനല്ല, ഇഷ്ടം പോലെ ഉണ്ട്. അതിനകത്ത് ഒരു കൂട്ടുകാരൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം അവന് ആഴ്ചയിൽ ആകപ്പാടെ ക്ലാസ് ഉള്ളത് ഒറ്റ ഒരു ദിവസമാണ്. അത് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, ഇറ്റ് ഡിപ്പെൻസ്. എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഐ ഹാവ് ക്ലാസ് ഫ്രം മൺഡേ ടു ഫ്രൈഡേ, കാലത്തൊട്ട് വൈകുന്നേരം വരെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അവസ്ഥയല്ല എനിക്ക്, എൻ്റെ അവസ്ഥയല്ല അവൻ ചെയ്യുന്നുള്ളൂ. എന്നാലും മനസ്സിലായില്ലേ? ഒരു ദിവസം ഒരു ക്ലാസ് ഉള്ളൂ, ബാക്കി 4 ദിവസം അവന് ജോലിക്ക് പോകാം. ജോലി നല്ലത് കിട്ടുകയാണെങ്കിൽ. എനിക്കെന്ന് പറഞ്ഞാൽ ആകെയുള്ള ഓപ്ഷൻ ഒന്നല്ലെങ്കിൽ ഈവനിങ് പോവുക, അല്ലെങ്കിൽ വീക്കെൻഡ് പോവുക. ഈവനിങ് പോയി കഴിഞ്ഞാൽ ഞാൻ പെടും, കാരണം പിറ്റേ ദിവസത്തേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്യണം. ഞാൻ ചില വീക്കെൻഡിലൊക്കെ ജോലിക്ക്, അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ജോലിക്ക് പോകാറുണ്ട്, സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം. അതല്ല ഞാൻ പറയാൻ പറ്റില്ല. പരീക്ഷയുടെ കേസിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എൻ്റെ പരീക്ഷ എന്ന് പറയുന്നത് കൊലപ്പടിപ്പ് പഠിച്ചാലേ പാസ്സാവുള്ളൂ. അത്രയും കണ്ടന്റ് പഠിക്കാനുണ്ട്. ഇപ്പം ഞാൻ ബുക്കുകൾ എവിടെയെങ്കിലും മുറിയിലായിരിക്കും, ഈ പറയുന്ന ഈ മുറിയിൽ എവിടെയോ ഉണ്ട് എൻ്റെ ബുക്കുകൾ. അപ്പോൾ ഇഷ്ടം പോലെ പ്രിപ്പയർ ചെയ്താലേ പരീക്ഷ പാസ്സാവുള്ളൂ. ഇപ്പോൾ അവൻ്റെ കേസ് പറയുകയാണെങ്കിൽ MCQs ആണ്. ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് അല്ല, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് ചില സബ്ജക്റ്റിൽ. ബട്ട് സ്റ്റിൽ അവൻ്റെ കേസിൽ അവന് വേണമെങ്കിൽ ഫോൺ എടുത്തിട്ടായാലും പരീക്ഷ എഴുതി പാസ്സാവും. അവനോട് പഠിക്കുന്ന കോഴ്സ് ഏതാണെന്ന് വെച്ചാൽ അവൻ പറയും, പക്ഷെ എന്താ സബ്ജക്റ്റ് പഠിക്കണമെന്ന് വെച്ചാൽ അവൻ അറിയാൻ പാടില്ല. അവൻ ക്ലാസ്സിക്ക് വല്ല കാലത്താണ് പോകണേ, ഫുൾ ടൈം ജോലിയിലാണ്. സോ ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. നിങ്ങൾ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ അല്ല, പഠിക്കാനാണോ വരുന്നത് ജോലിക്കാണോ വരുന്നത് എന്ന് ഉറപ്പിക്കുക. ഇപ്പോൾ ചില കോഴ്സ് നല്ലതാണ്, പ്ലസ് ജോലി ചെയ്യാനുള്ള സമയം കിട്ടും. ചില കോഴ്സിൽ പഠിക്കണം എന്നുള്ള ഒരു സംഭവത്തിൽ തന്നെ വന്നേ പറ്റും. ഇപ്പം എൻ്റെ അവസ്ഥ, ഞാൻ ജോലി ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് വന്നത്. അതായത് കട്ടയ്ക്ക് ജോലി ചെയ്ത് കൊട്ടയ്ക്ക് വാരാം എന്നുള്ള പ്ലാനിലാണ് വന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ ജോലിയിനേക്കാൾ കൂടുതൽ പഠിത്തം സ്ട്രെസ് ചെയ്തേ പറ്റൂ. പഠിത്തം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഇവിടെ പലരും ചവറ് കോഴ്സ് എടുത്തിട്ട് വരും ജോലി ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫൈൻ. ഒരു നല്ല കോഴ്സ് എടുത്ത് വരുന്ന ഒരാളാണെങ്കിൽ അവർക്ക് തെറ്റില്ലാണ്ട് പഠിക്കാനും ഉണ്ടാവും, തെറ്റില്ലാണ്ട് പരീക്ഷയും. ഇപ്പോൾ ഇവിടെ എൻ്റെ പരിചയത്തിൽ അതേപോലെ, ഇപ്പം എൻ്റെ അല്ല, ക്രിമിനൽ ജസ്റ്റിസ് ആണെന്ന് തോന്നണം അവന്മാർ പഠിക്കുന്നത്. അപ്പോൾ അവന്മാർക്ക് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്, തെറ്റില്ലാണ്ട് പരീക്ഷകളുണ്ട്. അപ്പോൾ അവൻ പക്ഷേ ഏജൻസിക്കാരുടെ വാക്ക് കേട്ടിട്ടാണ് ഇവിടെ കയറി വന്നത്. എല്ലാ ദിവസവും ജോലിക്ക് പോകാം, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ, പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പോൾ അവൻ്റെ ഫീസും അവർ തന്നെ അടയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പതപ്പിച്ചിട്ടാണ് കയറ്റിവിട്ടത്. പക്ഷെ അവൻ എടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. തെറ്റില്ലാണ്ട് അവന് പോലും എടുത്തില്ലാത്ത സബ്ജക്റ്റ് ആയതുകൊണ്ടും ടീച്ചേഴ്സ് സ്ട്രിക്റ്റ് ആയതുകൊണ്ടും പരീക്ഷ നല്ല ടാസ്ക്കാണ്. അപ്പോൾ കട്ടയ്ക്കിരുന്ന് അവനും പഠിക്കണം. പക്ഷെ ജോലിക്ക് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജോലി കിട്ടുന്നതിന് പാടായിരുന്നു. ഞാൻ പരമാവധി അവന് എൻ്റെ സ്ഥലം സ്റ്റുഡിയോയിൽ ജോലി മേടിച്ച് കൊടുത്തായിരുന്നു അവർക്ക്. ബട്ട് ഞാൻ അവസ്ഥ പറഞ്ഞത് മനസ്സിലായില്ലേ? അവർ ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് വെച്ചില്ല, വീട്ടുകാർ തന്നെ ഇപ്പോഴും റിലൈ ചെയ്യണം, വീട്ടുകാർക്ക് ഇപ്പോൾ ലോൺ എടുക്കണമെന്ന് പല ബുദ്ധിമുട്ടുകളും വന്നു. ഇവിടെ വരുമ്പോൾ ഒരു കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കോഴ്സ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വരണത്. ഇപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാലും എൻ്റെ ഫീസ് എനിക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ എത്ര തീവ്രമായി ശ്രമിച്ചാലും എനിക്ക് മാക്സിമം ഒരാഴ്ചയിൽ ശനി ഞായർ ജോലിക്ക് പോകാൻ പറ്റും. പിന്നെ കൂടിയ ഒരു വീക്കെൻഡ്, ഒരു ഈവനിങ് എനിക്ക് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് ആകപ്പാടെ 12, ഒരു 10, 20, 25 മണിക്കൂർ എനിക്ക് വീക്ക് പോകാൻ പറ്റുള്ളൂ മിനിമം കേട്ടോ. ഞാൻ അതിലും കൂടുതൽ പോകാറുണ്ട്, എന്നാലും ഈ 3 ദിവസമൊക്കെ പോകാറുള്ളൂ. ബട്ട് സ്റ്റിൽ അങ്ങനെയാണ് കാര്യം. അതിപ്പോൾ
എൻ്റെ എംപ്ലോയർ അത്ര നല്ലതായതുകൊണ്ട് ഞാൻ അവിടെ ഇപ്പോൾ തെറ്റില്ലാണ്ട് അങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് അത്ര അവേഴ്സ് കിട്ടുന്നത്. ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അത്ര അവേഴ്സ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന പയ്യന് ആകെപ്പാടെ കിട്ടുന്നത് ഒരാഴ്ചയിൽ കിട്ടുന്നത് 10 മണിക്കൂർ, 10-12 മണിക്കൂർ ആകെ കിട്ടണേ. കാരണം അവന് ഒന്ന് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, 2 സമയം എന്ന് പറയുന്ന സാധനമില്ല. ഇതൊക്കെ നോക്കിയിട്ട് കോഴ്സ് ചൂസ് ചെയ്യുക. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു ഇൻറ്റൻഷൻ നോക്കി പരിപാടികളൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്യാൻ നോക്കാം. പിന്നെ ഞാൻ എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇവിടെ നിന്ന് തുടങ്ങി എങ്ങടേക്കൊക്കെ പോകണം എന്നായിരുന്നു, പക്ഷേ ഉദ്ദേശിച്ച പോലെ പോകാത്തത് കൊണ്ട് ഞാൻ വെച്ച് ഉറപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായത് ഈ വീഡിയോയിൽ നിന്ന് എടുക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക് കൺക്ലൂഷനിലേക്ക് പറയുകയാണെങ്കിൽ പല കോഴ്സിനും പല രീതിയിലാണ്. പഠിക്കാനാണെ കട്ടയ്ക്ക് പഠിക്കാനുണ്ടാവും, പഠിക്കാൻ അല്ലെങ്കിൽ ഒന്നും പഠിക്കാനുണ്ടാവില്ല. രണ്ടും കൂടി കുഴഞ്ഞത് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ല നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യണം എന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസർച്ച് നടത്താം, നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. പക്ഷേ നല്ല രീതിയിൽ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു കോഴ്സിന് സ്കോപ്പ് ഉണ്ടോ എന്നും കൂടി നോക്കിയിട്ട് ആ കോഴ്സ് ചൂസ് ചെയ്യുക. ഇവിടെ പലരും ടൂറിസം എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ഇവിടെ ആ ഒരു ടൂറിസം ബേസ്ഡ് ഒരു കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഇവിടുത്തെ ലാംഗ്വേജ് അറിയണം. അതല്ലാതെ ഇവിടെ പിടിച്ചേക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ അല്ല യൂറോപ്പിൽ പിടിച്ചേക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എളിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് വേറൊരു നല്ല വീഡിയോയിലായിട്ട് പിന്നെ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് രൂപേണ അറിയിക്കേണ്ടതാണെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ ശരി, ബൈ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ കൂടിക്കോളൂ. അപ്പോൾ ശരി, ബൈ.